വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ നമ്മുടെ എല്ലാ കാത്തിരിപ്പുകൾക്കും ഒടുവില് പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ തസ്തിക ഇവിടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഒരുപാട് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. കാരണം എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. ഏകദേശം ഒരു 17,000 സംതിങ് ഉദ്യോഗാർത്ഥികൾ മാത്രമേ പരീക്ഷ എഴുതുന്നുള്ളൂ. കൺഫർമേഷൻ നമുക്ക് ഫെബ്രുവരി 1 മുതൽ കൊടുത്തു തുടങ്ങുന്നതാണ്. 20 വരെ കൺഫർമേഷൻ കൊടുക്കാം. അതേപോലെ എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ മാസത്തിന്റെ തുടക്കമാണ്. ഏപ്രിൽ 2 പരീക്ഷയുടെ ഡേറ്റ് വരുന്നത്. നിങ്ങൾക്ക് പഠിക്കാന് ഫെബ്രുവരി മൊത്തം ഉണ്ട്, മാർച്ച് മാസം മൊത്തം ഉണ്ട്. 2 മാസം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് സിലബസ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനേ ഉള്ളൂ. സാധാരണ നമ്മുടെ ഡ്രൈവർ പരീക്ഷകൾക്കൊക്കെ മാത്സിന്റെ പോർഷൻ ഇല്ലാതെയായിരുന്നു സിലബസ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ മാത്സിന്റെ പോർഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മക്കളെ 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് മാത്സിനകത്തുള്ളത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. 10 മാർക്ക് നമ്മൾ അടിക്കണം. സിമ്പിൾ ചോദ്യം മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. നിങ്ങൾ ആ സിലബസ് നോക്കുക. സിലബസിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ ടോപ്പിക്കും ഒരു ശരാശരി നിലവാരത്തിനകത്ത് നിൽക്കുന്ന കുറെ ചോദ്യങ്ങൾ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ക്ലാസ് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരാശരി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മുടെ സിലബസിനകത്ത് മാത്സിനകത്ത് കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ്. ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്ന വാക്കാണ്. കുഞ്ഞു ക്ലാസ് മുതലേ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുന്നതാണ്. വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ്? എടാ മക്കളെ, ശരാശരിയുടെ മറ്റൊരു പേരാണ് മാധ്യം എന്ന് പറയും. അപ്പോൾ മാധ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും ശരാശരി തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ മാധ്യത്തിന്റെ ഇംഗ്ലീഷ് ആണ് മീൻ എന്ന് പറയും. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാലും അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും മാധ്യം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും മീൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാലെല്ലാം ഒരേ ചോദ്യമാണ്, ഒരേ ചോദ്യമാണ്, ഒരേ ചോദ്യമാണ്. മറന്നു പോരുത്, ഒരേ ചോദ്യമാണ്. അപ്പോൾ ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കാൻ ആ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കുക. സംഖ്യകളുടെ തുക കിട്ടും. അതിനെ എത്ര എണ്ണം ഉണ്ടോ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. സംഖ്യകളുടെ തുക എടുക്കുക, അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എടാ ശരാശരി അല്ലെങ്കിൽ മാധ്യം കിട്ടും. നിങ്ങളുടെ മുമ്പിൽ കുറെ സംഖ്യകൾ തരും. അതിന്റെ ശരാശരി അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ പരിപാടി. ആ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കുക. ആ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ സംഖ്യകളുടെ തുക കിട്ടും. അതിന് എത്ര എണ്ണം ഉണ്ടോ എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ സംഖ്യകളുടെ തുക എടുത്തിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി. സംഖ്യകളുടെ തുക എടുക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. സംഖ്യകളുടെ തുക എടുത്തിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്ന പരിപാടിയെ പറയുന്ന പേരാണ് ശരാശരി അല്ലെങ്കിൽ മാധ്യം എന്ന് പറയും. ശരാശരി അല്ലെങ്കിൽ മാധ്യം. അങ്ങനെയാണെങ്കിൽ 10, 20, 30, 40, 50 ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഈ സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കുവാണെങ്കിൽ സംഖ്യകളുടെ തുക കിട്ടും. അതിന് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. 5 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ ശരാശരി അല്ലെങ്കിൽ മാധ്യം കിട്ടും. അത്ര ഉള്ള ഐഡിയ. ഇനി എടാ ഈ തന്നിരിക്കുന്ന സംഖ്യകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അടുത്തടുത്ത 2 സംഖ്യകൾ 20ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസവും 30, 20ഉം തമ്മിലുള്ള വ്യത്യാസവും 40, 30ഉം തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. അങ്ങനെ വ്യത്യാസം തുല്യമാണെങ്കിൽ ആ വ്യത്യാസത്തിനെ പറയുന്ന പേരാണ് പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് എന്ന് പറയും, പൊതുവ്യത്യാസം എന്ന് പറയും, കോമൺ ഡിഫറൻസ് എന്ന് പറയും. അങ്ങനെ എടാ പൊതുവ്യത്യാസമുള്ള സംഖ്യകളുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി, സമാന്തര ശ്രേണി. പൊതുവ്യത്യാസമുള്ള സംഖ്യകളുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി.
പൊതുവ്യത്യാസമുള്ള സംഖ്യകളുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. ഇംഗ്ലീഷ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയും, മലയാളത്തിലെ സമാന്തര ശ്രേണി എന്ന് പറയും. അങ്ങനെ ഒരു സമാന്തര ശ്രേണിയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തുക ബൈ എണ്ണം എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദമായിരിക്കും ശരാശരി. ഏതൊരു സമാന്തര ശ്രേണിയാണെങ്കിലും അതിന്റെ മിഡിൽ നമ്പർ ആയിരിക്കും ശരാശരി, മധ്യപദമായിരിക്കും ശരാശരി. ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മധ്യപദം 30 നമ്മളുടെ ആൻസർ 30 വരും. അപ്പൊ ഏതൊരു സമാന്തര ശ്രേണിയാണെങ്കിലും അതിന്റെ മധ്യപദമായിരിക്കും എല്ലായ്പ്പോഴും ശരാശരി. നിങ്ങൾ മിഡിൽ നമ്പർ പിടിച്ചാൽ ആവറേജ് ആയി. മധ്യപദമാണ് ശരാശരി. അത് ഏത് സമാന്തര ശ്രേണിയാണെങ്കിലും മധ്യപദമായിരിക്കും ശരാശരി. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എടാ മക്കളെ, 9, 15, 21, 27, 33 ഇത്രയും സംഖ്യകൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കൊണ്ടുവന്നാട്ടെ. 5 സംഖ്യകളാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ 5 സംഖ്യകളുടെ ശരാശരി എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. 9, 6, 15, 6, 21, 6, 27. അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ വ്യത്യാസം തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ മധ്യപദമായിരിക്കും ശരാശരി. അപ്പോൾ മധ്യപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21. അപ്പൊ 21 ശരാശരി. 21 ശരാശരി. ഇനി ഒരു സംഖ്യ കൂടി ഉണ്ടെന്ന് കരുതുക. 33 കഴിഞ്ഞിട്ട് 39 കൂടി ഉണ്ടെന്ന് കരുതുക. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കാരണം കറക്റ്റ് ആയിട്ട് മിഡിൽ നമ്പർ പറയാൻ പറ്റുന്നില്ല. മിഡിലെ 2 സംഖ്യകളാണ് ഉള്ളത്. മിഡിലെ 2 സംഖ്യകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി പകുതി എടുത്താൽ മതി. അപ്പൊ മിഡിലെ 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ ആ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. അങ്ങനെയാണെങ്കിൽ 21, 27 കൂടെ കൂട്ടിയാൽ 48 വരും. 21, 27 കൂടെ കൂട്ടിയാൽ 48 വരും. ആ 48ന്റെ പകുതി ഉത്തരം 24. 48ന്റെ പകുതി ഉത്തരം 24. അപ്പോൾ 2 പോയിന്റ് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ്, ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദമായിരിക്കും എല്ലായ്പ്പോഴും ശരാശരി. ഫസ്റ്റ് പോയിന്റ്. മിഡിലെ 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക. മിഡിലെ 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ കൂട്ടുക, പകുതി എടുക്കുക എന്ന് ആലോചിക്കണം. ഒരു എക്സാമ്പിളും കൂടെ. 7, 14, 21 അങ്ങനെ എക്സെട്ര 105. ഇത്രയും സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഇത് വീണ്ടും സമാന്തര ശ്രേണിയാണ്. അങ്ങനെ സമാന്തര ശ്രേണിയാണെങ്കിൽ മധ്യപദമായിരിക്കും ശരാശരി. സമാന്തര ശ്രേണിയാണെങ്കിൽ മിഡിൽ നമ്പർ പിടിച്ചാൽ മതി. പക്ഷെ മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഒരുപാട് സംഖ്യകളുണ്ട്. അങ്ങനെ മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് സംഖ്യകളുണ്ട്. അങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. അതായത് മിഡിൽ നമ്പർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. 7ഉം 105 കൂടെ കൂട്ടിയാൽ 112 വരും. ആ 112ന്റെ പകുതി 112ന്റെ പകുതി എടുക്കണം. 112ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 56 ആൻസർ. 56. ഉത്തരം 56 എന്ന് വരും. 105 അവസാന പദം. ആദ്യ പദം 7. 105 7ഉം കൂടെ കൂട്ടിയാൽ 112 വരും. ആ 112ന്റെ പകുതി ഉത്തരം 56 എന്ന് വരും. ആൻസർ 56. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഒരിക്കൽ കൂടി പറയുന്നു. ഒന്നാമത്തെ പോയിന്റ് വൃത്തിയായിട്ട് എഴുതി എടുക്കുക. ഒന്നാമത്തെ പോയിന്റ് ശരാശരി അല്ലെങ്കിൽ മാധ്യം ഇസ് ഈക്വൽ ടു തുക ബൈ എണ്ണം. രണ്ടാമത്തെ പോയിന്റ്, ഒരു സമാന്തര ശ്രേണിയുടെ മധ്യപദമായിരിക്കും എല്ലായ്പ്പോഴും ശരാശരി. മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. മധ്യപദം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, 10, 20, 30, 40, 50 ഇത്രയും സംഖ്യകളുടെ മാധ്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം. സമാന്തര ശ്രേണി അല്ലേ?
ആണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ കറക്റ്റ് മിഡിൽ നമ്പർ പിടിച്ചാൽ മതി. ഉത്തരം 30, ആൻസർ 30. മിഡിൽ നമ്പർ, ഇവിടുത്തെ മിഡിൽ നമ്പർ 30 ആണ്. അതുകൊണ്ട് ശരാശരി 30 ആണെന്ന് മനസ്സിലായി. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താലും മതി. ആദ്യ പദം 10 ആണ്, അവസാന പദം 50 ആണ്. 10ഉം 50ഉം കൂടെ കൂട്ടിയ 60 വരും. എടാ മക്കളെ, 60ന്റെ പകുതി 30 ആണ്. അപ്പൊ അങ്ങനാണെങ്കിൽ 30 തന്നെ വരും ആൻസർ. അപ്പൊ ഒന്നുകില് മിഡിൽ നമ്പർ പിടിക്കുക, അല്ലെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുത്താൽ മതി. അങ്ങനാണെങ്കിൽ നോക്കിക്കോ, 9, 12, 15, 18, 21, 24 3 വീതം കൂടി പോകുന്ന സംഖ്യാശ്രേണിയാ. സമാന്തര ശ്രേണിയാണ്. സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യ പദം 9, അവസാന പദം 24. 24 9ഉം കൂടെ കൂട്ടിയ 33. 24 9ഉം കൂടെ കൂട്ടിയ 33. 33ന്റെ പകുതി 16.5. 33ന്റെ പകുതി 16.5. കണ്ടോ? അപ്പോൾ സമാന്തര ശ്രേണിയാണെങ്കിൽ ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടി പകുതി എടുക്കുക എന്നുള്ള പോയിന്റ് ഒരിക്കലും 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 മറന്നു പോരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. എടാ, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, എളുപ്പമാർഗം മാത്രം പറയുന്നു. എണ്ണത്തിന്റെ പകുതി എടുക്കണം. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് ഒരു 0.5 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടണം. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടണം. അങ്ങനെ ഇവിടെ ചോദിച്ചത് ആദ്യത്തെ 30 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചത്. എടാ, എണ്ണം 30, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ എത്രയെങ്കിലും ആയിക്കോട്ടെ, ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. 30ന്റെ പകുതി 15. 30ന്റെ പകുതി 15. ആ 15ന്റെ കൂടെ 0.5 കൂട്ടിയാൽ ഉത്തരം 15.5. ആൻസർ 15.5 വരും. അപ്പോൾ പറഞ്ഞ പോയിന്റ് എല്ലാം ഒരിക്കൽ കൂടി പറയുന്നു. സമാന്തര ശ്രേണിയാണെങ്കിൽ മധ്യപദമായിരിക്കും ശരാശരി, അല്ലെങ്കിൽ ആദ്യ പദം അവസാന പദം കൂട്ടി പകുതി എടുത്താൽ മതി. ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ പകുതി എടുത്ത് 0.5 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ എടാ, ആദ്യത്തെ 50 നിസർഗ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന ചോദ്യം. അപ്പോൾ നിസർഗ സംഖ്യ എന്ന് പറഞ്ഞ ഞെട്ടണ്ട, എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. എണ്ണൽ സംഖ്യകളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് പറയും. എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. എണ്ണൽ സംഖ്യകളുടെ മറ്റൊരു പേരാണ് നിസർഗ സംഖ്യ. അപ്പോൾ ആദ്യത്തെ 50 നിസർഗ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. എണ്ണം 50. 50ന്റെ പകുതി 25. ആ 25ന്റെ കൂടെ 0.5 കൂട്ടിയാൽ ഉത്തരം 25.5 എന്ന് വരും. ഒരു സെക്കൻഡ് പോലും വേണ്ട. അപ്പോൾ ആദ്യത്തെ ഇത്ര എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര, അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര നിസർഗ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ഒരിക്കലും മറക്കരുത്. എണ്ണത്തിന്റെ പകുതി എടുത്ത് 0.5 കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. എടാ മക്കളെ, ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് എടാ, എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി. എണ്ണത്തിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി.
എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, ഒന്ന് കൂട്ടിയാൽ മതി, ഒന്ന് കൂട്ടിയാൽ മതി, ഒന്ന് കൂട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം 40ന്റെ കൂടെ ഒന്ന് അങ്ങ് കൂട്ടിയാൽ പോരായോ? മതി, പറയാം. 40ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഉത്തരം 41 എന്ന് വരും. ഇത്ര ഉള്ളു പരിപാടി. കണ്ടോ? ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചത്. ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, മറന്നു പോരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 70 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. എല്ലാവരും പറഞ്ഞു ആൻസർ എത്ര? 70ന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, ഉത്തരം 71. 71 ആൻസർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 101. ആദ്യത്തെ 1000 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 1001. ആദ്യത്തെ 500 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഉത്തരം 501. അപ്പോൾ ആദ്യത്തെ ഇത്ര ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, മറന്നു പോരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? പഠിച്ചത് എണ്ണൽ സംഖ്യകളുടെ പഠിച്ചു, ഇരട്ട സംഖ്യകളുടെ പഠിച്ചു. അടുത്തത് ഒറ്റ സംഖ്യയാണ്. എണ്ണൽ സംഖ്യ ആണെങ്കിൽ എണ്ണത്തിന്റെ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ഇരട്ടയാണെങ്കിൽ എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ എടാ ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഇത്ര ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആ എണ്ണം തന്നെയാണ് ഉത്തരം, ആ എണ്ണം തന്നെയാണ് ഉത്തരം, ആ എണ്ണം തന്നെയാണ് ഉത്തരം. ആ നമ്പർ ഏതാണോ അത് തന്നെയാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 40 എന്ന് വരും. കണ്ടോ? കഴിഞ്ഞു. ആദ്യത്തെ 40 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 40 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 60 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം 60. ഉത്തരം 60 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? അപ്പൊ നിങ്ങൾ പറയും എണ്ണത്തിന്റെ പകുതി എടുത്തിട്ട് 0.5 കൂട്ടിയാൽ മതി. അപ്പോൾ 100ന്റെ പകുതി 50 ആണ്. 50ന്റെ കൂടെ 0.5 കൂട്ടിയാൽ 50.5. ഇനി ചോദ്യം ചോദിക്കുന്നത് ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എണ്ണത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതി, അതായത് 101. ഇനി ചോദ്യം ചോദിക്കുന്നത് ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് ചോദിച്ചാൽ ആ എണ്ണം തന്നെയാണ് ആൻസർ, ആ എണ്ണം തന്നെയാണ് ആൻസർ. ആൻസർ 100 തന്നെയാണ്. അപ്പൊ പറഞ്ഞ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഒരിക്കലും 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 മറന്നു പോരുത്. അതേപോലെ മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തയ്യാറെടുപ്പിനിടയില് സ്വാഭാവികമായിട്ടും നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ ഫോക്കസ് എക്സാമിന് പോകുന്നതിന് മുമ്പേ അതേ സിലബസിൽ, അതായത് നമ്മൾ അവിടെ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് അതേ നിലവാരത്തിൽ അല്ലെങ്കിൽ അതേ സിലബസിൽ അതേ പാറ്റേണില് ഒരു മോക്ക് എക്സാം എഴുതി നോക്കിയാൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം അറിയാൻ പറ്റുമല്ലോ, നമ്മുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പോ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ നേതൃത്വത്തില് ഒരു ഫ്രീ മോക്ക് എക്സാം, ഫ്രീ ആണ്, ഒരു മോക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഒന്നുകിൽ 4-ാം തീയതി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 5-ാം തീയതി അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 6-ാം തീയതി അറ്റൻഡ് ചെയ്യാം. ഈ 3 ദിവസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ മോക്ക് എക്സാം എഴുതി നോക്കാവുന്നതാണ്. അതായത് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന അതേ പാറ്റേൺ, അതായത് നമ്മൾ ഏപ്രിൽ 2-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അതേ പാറ്റേണില് നിങ്ങൾക്ക് ഇവിടെ ഒരു മോക്ക് എക്സാം എഴുതി നോക്കാവുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളും, അത്യാവശ്യം എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏകദേശം നമ്മുടെ റാങ്ക് എവിടം വരെ ആയി എന്നുള്ളത്. കാരണം ഈ പരീക്ഷ എഴുതുന്നവരെല്ലാം ഈ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഡൗട്ടും വേണ്ട, ഈ പരീക്ഷ നല്ലൊരു അവസരമാണ്. അപ്പൊ ഈ പരീക്ഷയ്ക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ ലിങ്ക് കൂടി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതിൽ രജിസ്റ്റർ ചെയ്യുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ അതുകൂടി നിങ്ങൾ ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താം. സോ നന്നായിട്ട് പഠിക്കാം.